നമസ്കാരം. അർജുൻ ആയങ്കിയെ കാപ്പ ചുമത്തി പൂട്ടാൻ സർക്കാർ. അർജുൻ ആയങ്കിയെ ഒരുപാട് സമയത്തെ വേട്ടയാടലിനൊടുവിൽ അല്ലെങ്കിൽ അന്വേഷണത്തിനൊടുവിൽ കേരള പോലീസ് പൂട്ടിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ എലിയും പൂച്ചയും കളിയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. പോലീസെ ധൈര്യമുണ്ടെങ്കിൽ പിടിക്കൂ, അല്ലെങ്കിൽ ഇന്നല്ല വെള്ളിയാഴ്ച ആവട്ടെ എന്ന് അർജുൻ ആയങ്കി, അതല്ല ഇന്ന് തന്നെ പിടിക്കുമെന്ന് കേരള പോലീസ്. ഒടുവിൽ കേരള പോലീസിനെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വരെ കുറ്റം പറഞ്ഞതിന് ശേഷമാണ് കേരള പോലീസിന്റെ ആത്മാഭിമാനത്തിന് വലിയ കളങ്കം സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടെ വലിയ ടീമിനെ കേരളം ഒട്ടാകെ നിയോഗിക്കുകയും കേരളത്തിന് പുറത്തേക്ക് വരെ അന്വേഷണം കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അർജുൻ ആയങ്കി ഒടുവിൽ പിടിയിലാവുകയായിരുന്നു. അത് കണ്ണൂരിലെ ഒരു വലിയ അഭിഭാഷകന്റെ ക്വാർട്ടേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, അപ്പാർട്ട്മെന്റിൽ നിന്നാണ് അർജുൻ ആയങ്കിയെ പിടിച്ചത്. പക്ഷെ ഇതിലേറെ രസകരമായ കാര്യം എന്ന് പറയുന്നത് അർജുൻ ആയങ്കിയുടെ സമൂഹ മാധ്യമ വിഭാഗങ്ങൾ, അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റ പോലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് മറ്റു ചിലരായിരുന്നു എന്നുള്ളതാണ്. ഈ അർജുൻ ആയങ്കി അറിഞ്ഞുകൊണ്ടല്ല ഇതിലെ പോസ്റ്റുകൾ മുഴുവനും വന്നിരുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അതായത് അർജുൻ ആയങ്കി കൊല്ലത്തുള്ള സമയത്ത് അർജുൻ ആയങ്കി ഇതാ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിലുണ്ട്, ഇവിടെ വന്ന് പിടിച്ചോളൂ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നു. അതിനുശേഷം ഞാനിതാ പാലക്കാടുണ്ട്, അവിടെ വന്ന് പിടിച്ചോളൂ എന്ന് പറയുന്നു. ഈ അർജുൻ ആയങ്കി എവിടേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ വഴിതെറ്റിക്കാൻ വേണ്ടി അർജുൻ ആയങ്കിയുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് പല ആളുകളും മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയും അതിന്റെ ഒപ്പം തന്നെ കേരള പോലീസിനെയും സംസ്ഥാന സർക്കാരിനെയും ഒക്കെ വെല്ലുവിളിക്കാനുള്ള ഒരു കാര്യം കൂടി ഇവർ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് അർജുൻ ആയങ്കി ഇത്ര വിവരമില്ലാതെ സ്വന്തം പേജിൽ കൂടെ കേരള പോലീസിനെ വെല്ലുവിളിക്കുമോ എന്ന് നമുക്കൊക്കെ സംശയമുണ്ട്. അർജുൻ ആയങ്കിയുടെ അനിയനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് എന്ന് പറയുന്നു. എന്തായാലും ചേട്ടന് വേണ്ടി നല്ല പുണ്യപ്രവൃത്തിയാണ് പുള്ളി ചെയ്തു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർജുൻ ആയങ്കിയെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അനിൽ നമ്പ്യാരുടെ ഭാര്യയെ ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയ വഴി വളരെ വലിയ രീതിയിൽ അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തി അപമാനിച്ചു എന്ന് പറയുന്ന കുറ്റം, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിച്ചു എന്ന് പറയുന്ന കുറ്റം, കേരള പോലീസിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയും കേരള പോലീസിനെ വെല്ലുവിളിക്കുകയും ചെയ്തു എന്ന് പറയുന്ന കുറ്റം, ഇതൊക്കെ IT ആക്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ജാമ്യമില്ലാത്ത വകുപ്പിട്ട് തന്നെയാണ് കേസ് എടുത്തിരിക്കുന്നത് എങ്കിൽ പോലും ഇതൊക്കെ ജാമ്യം കിട്ടാവുന്ന കേസാണ് എന്ന് പോലീസിന് ശക്തമായിട്ട് തന്നെ അറിയാം. അവർ ഒരുപാട് കേസ് അന്വേഷിച്ച ആളുകളാണ് കേരള പോലീസ്, ഒരുപാട് കൃത്യമായ ബോധ്യമുള്ള ആളുകളാണ് കേരള പോലീസ്. പക്ഷേ ഇതിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പോലീസ് ശക്തമായി ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അർജുൻ ആയങ്കിയെ പൂട്ടണം. കാരണം കേരള പോലീസിന്റെ ആത്മാഭിമാനത്തെയാണ് ഈ ഗുണ്ട തൊട്ട് കളിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള ഗുണ്ടകളെ ഒന്നും തന്നെ ഇനി വെച്ചു വാഴിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP വിജയൻ സാർ നേരിട്ട് ഇറങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പോലീസുകാർക്ക് കൊടുത്തത്. എല്ലാ മേഖല റേഞ്ച് IG മാരോടും കൃത്യമായി അലേർട്ട് ആവാൻ വേണ്ടി പറഞ്ഞു. കൃത്യമായ അന്വേഷണങ്ങൾ നടത്തി അർജുൻ ആയങ്കിയുടെ പേരുള്ള മുഴുവൻ കേസ് വിവരങ്ങളും എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏകദേശം 24ഓളം കേസാണ് അർജുൻ ആയങ്കിയുടെ പേരിലുള്ളത്. അതിൽ 20ഓളം കേസുകൾ സെറ്റിൽമെന്റ് ആയി എന്നാണ് അർജുൻ ആയങ്കി ഇപ്പൊ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതിൽ 4 കേസുകൾ ബാക്കിയുണ്ട്. എപ്പോഴാണ് പോലീസ് ഈ കാര്യത്തിന്റെ പുറത്ത് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ച സമയത്താണ് കാപ്പ ചുമത്തി ജയിലിൽ അടയ്ക്കുക എന്നുള്ളത്. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് വളരെ വലിയ രീതിയിൽ ഗുണ്ടാ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമുള്ള ഒരു സമൂഹത്തിന് ശല്യമായ ഒരാളാണ് അർജുൻ ആയങ്കി. അതുകൊണ്ട് തന്നെ ഇയാളെ പുറത്തു വിട്ടു കഴിഞ്ഞാൽ ഇയാൾ തെളിവ് നശിപ്പിക്കും, വീണ്ടും ഈ തരത്തിൽ അന്വേഷണ ഏജൻസികളെയും സർക്കാരിനെയും വെല്ലുവിളിക്കും. അതുകൊണ്ട് തന്നെ ഇയാളെ ഒരു കാരണവശാലും പുറത്തുവിടാൻ കഴിയില്ല എന്ന് തന്നെ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നുണ്ട്. അതിന്റെ പുറത്ത് കലക്ടർക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പോലീസ് തയ്യാറാവുകയാണ്. 4ഓളം കേസുകളിൽ ഇയാൾ ഇപ്പോൾ വിചാരണയിലുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 3 കേസുകൾ കൂടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. നിലവിൽ 3 പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും 4ഓളം കേസുകൾ, 5 കേസിന്റെ അപ്പുറത്തെ കേസുകൾ ഉണ്ടെങ്കിൽ ഒരാളെ കാപ്പ ചുമത്താം എന്നുള്ളതാണ് നിയമം. അപ്പോൾ അങ്ങനെ ഒരു കേസ് കൃത്യമായി അർജുൻ ആയങ്കിയുടെ ഭാഗത്തുണ്ട്. കാരണം 4ഓളം കേസുകൾ വിചാരണയുടെ ഭാഗമായി കഴിയുന്ന കേസുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇനിയൊരു 2-3 കേസുകൾ കൂടെ വന്നു കഴിഞ്ഞാൽ അത് IT കേസാണെങ്കിൽ പോലും അർജുൻ ആയങ്കിയെ കാപ്പ ചുമത്തിക്കൊണ്ട് 1 വർഷം വരെ ജയിലിൽ അടയ്ക്കാം എന്നുള്ളതാണ് പോലീസിന് കിട്ടിയിട്ടുള്ള നിയമോപദേശം. ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അർജുൻ ആയങ്കിയെ 1 വർഷത്തേക്ക് ജയിലിൽ അടയ്ക്കണം, നാട് കടത്തുകയോ അങ്ങനത്തെ പരിപാടികളൊന്നുമല്ല, ജയിലിൽ അടയ്ക്കണം എന്ന് തന്നെയാണ് കേരള പോലീസ് കലക്ടറോടും സർക്കാരിനോടും നിലവിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഗവൺമെന്റ് ആഭ്യന്തരമന്ത്രിയെ തന്നെ നിലവിൽ വെല്ലുവിളിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കലക്ടർ മറിച്ചൊരു തീരുമാനം എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ പറയുന്നത് പോലെ
കാപ്പയുമായി ബന്ധപ്പെട്ട് ഒരു സമിതിയുണ്ട്. കാപ്പ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഈ അപ്പീൽ കൊടുക്കാൻ വേണ്ടി പറ്റിയ സമിതിയുണ്ട്. ആ സമിതി കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കിയ സമിതിയാണ്. അപ്പൊ ആ സമിതിക്ക് മുമ്പാകെ അർജുനായെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപ്പീലുമായി പോയാൽ രക്ഷപ്പെട്ടേക്കാം എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ഈ കാപ്പ ചുമത്തിയ വകുപ്പുകൾ വളരെ കൃത്യമായ രീതിയിലുള്ളതാണെങ്കിൽ ഈ കാപ്പ സമിതിക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഹൈക്കോടതിയിൽ പോയാൽ പോലും ഈ പറയുന്ന സമിതിക്ക് തിരിച്ചടി ഉണ്ടാവും. അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയാൽ പോലും അർജുനായെങ്കിക്ക് ഒരു തരത്തിലും രക്ഷയുണ്ടാവരുത് എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ കേരള പോലീസ് ചടുലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അർജുനായെങ്കിക്ക് സഹായം ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളെയും പൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി 20-ലേറെ ആളുകളെ കേരള പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിലേറെ രസകരമായ കാര്യം എന്ന് പറയുന്നത് അർജുനായെങ്കിയുടെ അനിയനെ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഇറക്കാൻ പോയത് മറ്റൊരു ഗുണ്ടാ നേതാവായിരുന്നു. അപ്പോൾ ഈ ഇറക്കാൻ പോയ ഗുണ്ടാ നേതാവിന്റെ പശ്ചാത്തലമൊക്കെ പോലീസ് ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം ഇയാൾ ഗുണ്ടാ നേതാവാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം എന്നാ പിന്നെ നീ ഇവിടെ നില്ല് പോവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അയാളെയും പിടിച്ച് കരുതൽ തടങ്കലിലാക്കി എന്നുള്ളതാണ് നമുക്ക് രാവിലെ തന്നെ കിട്ടിയ വിവരം. ഒടുവിൽ അർജുനായെങ്കിയുടെ മൂത്ത സഹോദരനായിട്ടുള്ള അഖിൽ ആയെങ്കി വരേണ്ടി വന്നു ഈ അനിയനെ ജാമ്യത്തിലെടുക്കാൻ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജാമ്യത്തിലെടുത്തതിന് ശേഷം മാധ്യമങ്ങളോട് പൊട്ടിത്തെറിക്കുന്ന നിങ്ങൾ കള്ളം പറയുകയാണ്, നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തുകയാണ്, പോലീസും മാധ്യമങ്ങളും ഒത്തുകളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഷോ ഇറക്കുന്നത് നമ്മൾ കണ്ടു. അതായത് അനിയൻ വലിയ പുണ്യാളനാണല്ലോ എന്ന നിലയിൽ നമ്മൾ അതിനെ കാണണം എന്നായിരിക്കും. ഈ സത്യത്തിൽ കോതമംഗലം CI അർജുനായെങ്കിയെ ഒരു വിവാഹ സൽക്കാരത്തിനിടയ്ക്ക് അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായി കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ ഹൈവേ കൊള്ളയുമായി ബന്ധപ്പെട്ട്, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട ഹൈവേ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇവർ ഗൂഢാലോചന നടത്താൻ വേണ്ടിയാണ് ഈ ഒരു വിവാഹ സൽക്കാരത്തിൽ എത്തിപ്പെട്ടത് എന്നും അവിടെ അതിനൊരു കളമൊരുക്കുകയായിരുന്നു എന്നും കോതമംഗലം CI റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അത് കള്ളക്കേസാണെന്നും തന്നെയും തന്റെ സുഹൃത്തുക്കളെയും ആ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി പെടുത്തിയതാണെന്നും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് അർജുനായെങ്കി വ്യാപകമായി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് അതുപോലെ തന്നെ അവരുടെ പേഴ്സണൽ വാട്സപ്പിലേക്കൊക്കെ ഭീഷണി സന്ദേശങ്ങൾ അയക്കുകയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റുകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അർജുനായെങ്കി മറന്നുപോയൊരു കാര്യമുണ്ട്. കാരണം കേരളത്തിൽ ഭരണം മാറിയെന്നും ഇപ്പോൾ ഭരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് എന്നും അതുപോലെ തന്നെ കോൺഗ്രസ് ആണ് എന്നും VD സതീശനാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യങ്ങളൊക്കെ അർജുനായെങ്കിയോട് മറന്നുപോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും മാത്രമാണ് അർജുനായെങ്കിക്ക് ധൈര്യമുള്ളൂ, നേരിട്ട് പോലീസുകാരെ കാണുമ്പോൾ മുള്ളുന്ന അവസ്ഥയിലാണ് അർജുനായെങ്കി ഉണ്ടായിരുന്നത് എന്നും പേടിച്ച് ഓടാൻ വേണ്ടി ശ്രമിച്ചു, വളഞ്ഞിട്ട് പിടിച്ചു. അതിനുശേഷം ജീപ്പിൽ കയറുന്ന സമയത്ത് അർജുനായെങ്കി പേടിച്ച് മുള്ളി എന്നൊക്കെയാണ് പോലീസുകാർ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയില്ല, അത് പോലീസിന്റെ ആത്മാഭിമാനത്തെ തൊട്ട കേസായതുകൊണ്ട് അങ്ങനെയും പറയാം. ഇതൊക്കെയാണ് യാഥാർത്ഥ്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായാലും പോലീസ് വളരെ കൃത്യമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. CPM അർജുനായെങ്കിയെ വളരെ കൃത്യമായി തള്ളിപ്പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത് CPM-ന് വേണ്ടി അടിക്കാനും ഇടിക്കാനും പോകുന്ന ഗുണ്ടകൾക്ക് ഒരു വലിയ പാഠമാണ്. കാരണം അവരെ എല്ലാത്തിനും ഉപയോഗിച്ചതിന് ശേഷം അവസാനം അവരെ ചീള് പോലെ വലിച്ചെറിയുന്ന ഒരു സ്വഭാവവും CPM-ന് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ അവിടെയുള്ള ഒരുപാട് ആളുകൾക്ക് മനസ്സിലായി കാണും. ഒരുപാട് ആളുകളുടെ അനുഭവമാണത്. അതുകൊണ്ട് തന്നെ അർജുനായെങ്കിയെ ചില സൈബർ സഖാക്കളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും MV ജയരാജൻ ഉൾപ്പെടെയുള്ള പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഈ പറയുന്ന അർജുനായെങ്കിയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ കൃത്യമായിട്ടാണ് നീങ്ങുന്നത്. കാപ്പ കേസിൽപ്പെടുത്തി 1 വർഷം പുറത്തിറങ്ങാനാവാത്ത തരത്തിലേക്ക് അർജുനായെങ്കിയെ ഒതുക്കുക. ഇനി ഒരു തരത്തിലും ആരെയും വെല്ലുവിളിക്കുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടാവരുത് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും അർജുനായെങ്കി വളരെ വലിയ സമ്മർദ്ദത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അർജുനായെങ്കിയെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി പോലീസും ഭരണകൂടവും എല്ലാം ഒരുമിച്ച് ശ്രമിച്ചു എന്ന് അർജുനായെങ്കിക്ക് മനസ്സിലായിരിക്കുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളിലെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. എന്തായാലും വലിയ നീക്കത്തിലാണ് കേരള പോലീസ്.